എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകണം, നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അതല്ലെങ്കിൽ ബെസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റൽസ് നിയർ മീ, അതല്ലേ ബെസ്റ്റ് ഹോട്ടൽസ് നിയർ മീ, ഇങ്ങനെ പല സെർച്ച് വേർഡുകൾ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഗൂഗിൾ കുറച്ച് റിസൾട്ട്സ് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഗൂഗിളിൽ കാണിച്ചു തരുന്ന റിസൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഗൂഗിളിൻ്റെ ഒരു ഫ്രീ സർവീസ് ഉണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും ഗൂഗിൾ സാധാരണഗതിയിൽ നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, റിവ്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം, എവിടെ സ്ഥാപനമെന്ന് നമുക്ക് നോക്കാനൊക്കെ കൃത്യമായിട്ട് പറ്റും. പക്ഷേ ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു സർവീസ് മിക്ക ബിസിനസ്സുകാരും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു മാപ്പ് കറക്റ്റായിട്ട് അവരുടെ സ്ഥാപനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതിൻ്റെ ഒരു ലൊക്കേഷനായിരിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺടാക്റ്റ് നമ്പർ, നമുക്ക് അവരെ വിളിക്കാം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഈ ഷോപ്പ് ഓപ്പൺ ആവും, എപ്പോൾ ഇത് അടയ്ക്കും. ഈ 3 ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അത് മിക്ക ആൾക്കാരും അധികം യൂസ് ചെയ്യാറുമില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഈ ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ആസ്ക് എ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിനകത്തൊരു ലിങ്ക് ഉണ്ട്. മിക്ക ആൾക്കാരും ഈ ലിങ്ക് കോപ്പി ചെയ്തെടുത്തിട്ട് പലർക്കും അയച്ചു കൊടുത്തിട്ട് പറയുമ്പോൾ എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് നല്ല 2 റിവ്യൂ ഇടും, റേറ്റിംഗ് ഇടുമെന്ന് പറഞ്ഞ് പലർക്കും അയച്ചു കൊടുക്കും. അപ്പോൾ ഗൂഗിളിന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു ഫേക്ക് റിവ്യൂ എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ റിവ്യൂ ഇടുന്നത് അവർ ഈ സ്ഥാപനത്തെ സന്ദർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കൃത്യമായ വിവരം ഗൂഗിളിൻ്റെ ഡാറ്റ ലിസ്റ്റിലുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ആക്ടിവിറ്റി ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ പോകുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിളിന് അറിയാം. അപ്പോൾ അതൊരു ഫേക്ക് റിവ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയും നമ്മുടെ സ്ഥാപനത്തെ അവർ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടുന്നതെല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫേക്ക് റിവ്യൂസ് വാങ്ങിക്കുകയാണെന്ന് ഗൂഗിളിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആസ്ക് എ റിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്നും നിങ്ങൾ ആ ലിങ്ക് കോപ്പി എടുത്തിട്ട് നിങ്ങളൊരു QR കോഡ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ റിവ്യൂസ് എന്ന് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എവിടെയെങ്കിലും അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഒരു റിവ്യൂ ഇടാൻ പറയുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെനുവിൻ റിവ്യൂ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഗൂഗിളിന് അറിയാം. അപ്പോൾ നമ്മുടെ സ്ഥാപനം കുറച്ചുകൂടെ ട്രസ്റ്റഡ് ആണെന്ന് ഗൂഗിൾ കൺസിഡർ ചെയ്യും. എല്ലാവരെയും കൊണ്ടും 5 സ്റ്റാർ റേറ്റിങ്സും നല്ല റിവ്യൂസും മാത്രം ഇടാതെ മിക്സഡ് റിവ്യൂസ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ സർവീസിനോ ഈ പ്രോഡക്റ്റിനോ ഒക്കെ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനമായിരിക്കും ഗൂഗിൾ ഫസ്റ്റിലെ ആ കസ്റ്റമറിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിളാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പം ഏറ്റവും നല്ല സർവീസും പ്രോഡക്റ്റും അവരുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനാണ് അവർ മെയിനായിട്ടും ഇങ്ങനൊരു ടൂൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസോ ഒക്കെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ SEO ചെയ്യാറുണ്ടായിരുന്നു. അത്യാവശ്യം കാശൊക്കെ മുടക്കിയാണ് നമ്മൾ SEO ചെയ്തുകൊണ്ടിരുന്നത്. ഈ SEO ചെയ്യുന്ന വഴിയുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം ആയുർവേദ ഹോസ്പിറ്റലോ അല്ലെ എന്ത് സർവീസ് എഡ്യൂക്കേഷനോ എന്തുമായാലും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ നമ്മുടെ മുന്നിലേക്ക് അത് ആ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരും. ഇതായിരുന്നു SEO കൊണ്ടുള്ള മിക്കവാറും എല്ലാവരും SEO ഉപയോഗിക്കാനുള്ള കാര്യം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ വഴി നമുക്ക് അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഈ SEO ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടൂളാണ്. നമ്മൾ ഒരിക്കലും ഫേക്ക് റിവ്യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്ഥാപനത്തിൽ വരികയോ അല്ല എപ്പോഴെങ്കിലും നമ്മുടെ സ്ഥാപനം സന്ദർശിച്ചിട്ടുള്ള ഒക്കെ ആളുകൾ ആണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ആസ്ക് എ റിവ്യൂ എന്ന് പറയുന്ന ലിങ്ക് മറ്റ് പലർക്കും ഷെയർ ചെയ്തിട്ട് ഒരു റിവ്യൂസോ അല്ലെങ്കിൽ ഒരു റേറ്റിങ്സോ നമ്മൾ ആവശ്യപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അത് ഗ്രോ ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇന്നൊരു ഓഫറുണ്ട്, അതായത് ഇപ്പോൾ ഇന്നൊരു TV വാങ്ങിക്കുക അല്ലെങ്കിൽ ഇന്നൊരു ഡൈനിങ് ടേബിൾ വാങ്ങിക്കുക, അതിൻ്റെ കൂടെ ഒരു മെത്ത ഫ്രീ ഉണ്ട് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഫ്രീ ഉണ്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഓഫേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും.
ഇപ്പം ഞാൻ ഇപ്പം ഒരു ഫർണിച്ചർ വാങ്ങിക്കാനായിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവരുടെ ഒരു സ്ഥാപനത്തെ കാണിച്ചു തരികയും ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽ നോക്കുന്നതിനിടെ ഈ ഓഫർ കാണുകയും ചെയ്യാൻ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഗൂഗിൾ മൈ റിവ്യൂസിനകത്ത് വഴി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല 10,000-2,000 രൂപയുടെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനൊരു ഓഫറും അതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ് വഴി ചെയ്യാനുള്ള ഒരു ഓഫറൊക്കെ അത് അവർ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ അദ്ദേഹത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ ഞാൻ ഗൂഗിൾ ആഡ്സിലും അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വഴി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തോ ലീഡ്സ് കിട്ടിയാണ്, എവിടുന്നോ ഒരു കോൾ വന്നു, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ 10-200 റിവ്യൂസ് ഞങ്ങൾ ജനറേറ്റ് ചെയ്ത് തരാം, 1000 രൂപയുള്ളൂ ചാർജ് എന്ന്, 999 ചാർജ് എന്നും പറഞ്ഞിട്ടൊരു ഓഫറൊക്കെ അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കട്ടെ, 10-200 റിവ്യൂസ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഫേക്ക് റിവ്യൂസ് ആയിരിക്കും. നമ്മുടെ സ്ഥാപനത്തെ സന്ദർശിക്കുകയോ നമ്മുടെ സർവീസുകൾ എടുത്തിട്ടുള്ള ആളുകളൊന്നും ആയിരിക്കത്തില്ല അത്. അപ്പോൾ അതൊരു ഫേക്ക് റിവ്യൂ ആയിട്ട് കൺസിഡർ ചെയ്തു. അത് നമുക്ക് ഗുണമല്ല, ദോഷമായിരിക്കും ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണെന്ന് വേണേൽ പറയാം. നമുക്ക് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു ഓർഗാനിക് ഗ്രോത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് നാളെ 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ അത് വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെയാണ് എനിക്ക് കൊല്ലത്തുള്ള എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോവേഴ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. മുമ്പ് ഏതോ കമ്പനി ആ ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ഫോളോവേഴ്സിനെ അവർ ജനറേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കൊല്ലത്തുള്ളവരോ കേരളത്തിലുള്ളവരോ പോലുമല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്കാരെ നമുക്ക് ഫോളോവേഴ്സായിട്ട് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന പുതിയ കളക്ഷൻസും പുതിയ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ലൊക്കാലിറ്റി, നമ്മുടെ ഒരു ലോക്കൽ ബിസിനസ് ആണെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ നമുക്ക് ആ ഫോളോവേഴ്സിനെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ്. അത് പെട്ടെന്ന് നമ്മൾ കാശ് മുടക്കിയൊന്നും ഒരു ഓർഗാനിക് ഗ്രോത്ത് അല്ലാതെ പെട്ടെന്നൊന്നും നമുക്കങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കുറേ റീൽസ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഒരു റീൽ ഇഷ്ടപ്പെടുമ്പോഴായിരിക്കും കുറേ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അതൊരു ഓർഗാനിക്കായിട്ടുള്ള ഗ്രോത്താണ്. അത് നമ്മൾ നിരന്തരമായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു റിസൾട്ടാണത്. അങ്ങനത്തെ റിസൾട്ടുകളെ നമുക്ക് ഫലവത്തായി കിട്ടത്തുള്ളൂ. അല്ലാത്ത റിസൾട്ടുകളൊന്നും നമുക്ക് യാതൊരു യൂസും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഓർഗാനിക്കായിട്ട് എങ്ങനെ നമുക്ക് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പം ഈ ഗൂഗിൾ മൈ ബിസിനസ്സും ഇതുപോലുള്ള ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടൂളുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കുക. ഇത്ര മാത്രമേ ഇന്ന് പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.